ഇന്നത്തെ ഗീതാഗോവിന്ദം എപ്പിസോഡില് നമ്മുടെ അപർണികയ്ക്ക് പറ്റുന്ന ഒരു അപകടമാട്ടോ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ അജാസിനെ ഇങ്ങനെ അപർണിക ഇങ്ങനെ ഫോൺ ചെയ്തിരിക്കുമായിരിക്കും. നമ്മുടെ ആ ഒരു പുതിയ ഒരു സ്ഥലത്തിന്റെ കാര്യം, അവിടെ ഇങ്ങനെ റിസോർട്ട് തുടങ്ങുന്ന കാര്യത്തിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മുടെ അജാസുമായിട്ട്. അപ്പോഴാണ് നമ്മുടെ അപർണികയ്ക്ക് പെട്ടെന്ന് ഒരു വയറുവേദന വരുന്നത്. അപ്പൊ നമ്മുടെ അജാസ് ഫോണിൽ കൂടി ആ ഒരു അപർണികയുടെ കരച്ചിലൊക്കെ കേട്ട് വേഗം തന്നെ അപർണികയുടെ അടുത്ത് ഓടിയെത്തുന്നുണ്ട് കേട്ടോ വണ്ടിയില്. അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അജാസ് നമ്മുടെ അപർണികയുടെ അടുത്ത് വരുമ്പോ തന്നെ അവിടെ ബ്ലഡ് ഒക്കെ കിടപ്പുണ്ടാവും കേട്ടോ. അപ്പൊ എന്തായാലും അബോഷന്റെ ഒരു സൂചനകൾ തന്നെയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ശേഷം അജാസ് നമ്മുടെ അപർണിക ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും എന്നിട്ട് നമ്മുടെ ഗീതുവിനെയും ഗോവിന്ദിനെയൊക്കെ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. ശേഷം അവരും വേഗം ഹോസ്പിറ്റലിലേക്കൊക്കെ വരുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ ഡോക്ടർ വന്ന് പറയുന്നുണ്ട് കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗീതു ആകെ സങ്കടം, ദൈവമേ അവൾ എങ്ങനെ സഹിക്കും, അവൾക്ക് ആകപ്പാടെ കിഷോർ ചതിച്ചതിന്റെ ആ ഒരു ചതി എന്താ പറയാ, വേറെ ആരും ഇല്ല തനിക്കെന്നുള്ളൊരു തോന്നൽ അവൾക്കുണ്ട്. അപ്പൊ ഈ ഒരു കുഞ്ഞ് ഉള്ളത് മാത്രമായിരുന്നു അവൾക്ക് ഒരു ജീവിക്കാനുള്ള ഒരു പ്രചോദനമൊക്കെ. ആ ഒരു കുഞ്ഞ് പോലും നഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോഴുള്ള അപർണികയുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഓർത്തിങ്ങനെ ഗീതു ഭയങ്കര കരച്ചിലാട്ടോ. അപ്പൊ നമ്മുടെ ഗീതു പിന്നെ നമ്മുടെ അപർണികയുടെ അടുത്ത് പോയിട്ട് നമ്മുടെ അപർണികയെ ആശ്വസിപ്പിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ. ദൈവം തന്നെ തന്നതല്ലേ, ദൈവം തന്നെ തിരിച്ചെടുത്തു എന്ന് നീ വിചാരിച്ചാൽ മതി, നമ്മളുടെ കയ്യിലൊന്നും അല്ല അപർണികയെ ജീവിതം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇങ്ങനെ ഗീതു ഇങ്ങനെ നമ്മുടെ അപർണികയുടെ അടുത്ത് പറയുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ. അപ്പോഴും നമ്മുടെ അപർണികയ്ക്ക് ഒരു പ്രതീക്ഷയാണ്, താൻ അപകടത്തിലാണ് എന്നറിയുമ്പോൾ കിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ അപർണികയ്ക്കുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മുടെ അപർണിക ചോദിക്കുന്നുണ്ട് നമ്മുടെ ഗീതുവിന്റെ അടുത്ത്, കിച്ചു കാണാൻ വന്നിരുന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ഒരു രംഗത്തിലാട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും വളരെ എന്താ പറയാ ദുഃഖപരമായിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് നമ്മുടെ ഗീതാഗോവിന്ദത്തിലോട്ട്. ഇനി നമ്മുടെ ഗീതു ഇനി അറിയാൻ പോകുന്നതുള്ളൂ, സ്വന്തം അച്ഛന്റെ ഭരണവും ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഗീതു എങ്ങനെ താങ്ങും, അല്ല പക്ഷെ വരെ എങ്ങനെ പ്രതികരിക്കും ഇതിനൊക്കെതിരെ കണ്ടു തന്നെ അറിയാട്ടോ.